ഹലോ, നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന് പള്ളിവേട്ടയോടനുബന്ധിച്ചിട്ട് നമ്മുടെ മുരുകനെ കിടത്തി ഉറക്കിയത് വരെയുള്ള വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പോൾ ഇത് അടുത്ത ദിവസം രാവിലെ, അതായത് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ, ഏകദേശം ഒരു 8 മണിയോടുകൂടിയാണ് പള്ളി ഉണർത്തലുണ്ടാവുക. എല്ലാ നാട്ടുകാരും വന്നിട്ടുണ്ട്, അതായത് താല്പര്യമുള്ള എല്ലാവരും വന്നിട്ടുണ്ട് പള്ളി ഉണർത്തൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പള്ളി ഉണർത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പശുക്കുട്ടീനെ കൊണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലിങ്ങനെ കെട്ടും. അപ്പോൾ അതിൻ്റെ സ്വരം കേട്ടിട്ട്, അതിങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് കേട്ടിട്ടാണ് മുരുകൻ ഉണരേണ്ടത്. അപ്പം നമ്മളിത് അടിപൊളിയായിട്ട് കുളിച്ച് റെഡിയായിട്ട്, ഞാൻ ആനയുടെ മൂട്ടിൽ തന്നെയുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് എല്ലാ ദിവസവും കാണാമല്ലോ. ഈ ആന അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഭയങ്കര മിസ്സിങ്. ഉത്സവം കഴിഞ്ഞൊരു ഫീലാണ്. ഉത്സവം കഴിയുമ്പോഴാണല്ലോ ആന പോവുക അല്ലേ. അപ്പോൾ നമ്മുടെ വാസുദേവൻ ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് അമ്പലത്തിൻ്റെ ബാക്കിലോട്ട് നീങ്ങുന്നുണ്ട്. മുരുകനാണെങ്കിൽ പള്ളി ഉണർത്തൽ കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഹ്യൂമൻ ബീങ് എന്നൊക്കെ ചെയ്യുമോ അതെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട് ഉള്ളിലേക്ക്. നമ്മളതെല്ലാവരും കാണാൻ വേണ്ടി അകത്തേക്ക് പോവുകയാണേ. അപ്പോൾ രാവിലെ എഴുന്നേൽപ്പിച്ച് പള്ളി ഉണർത്തി, അതായത് പല്ലൊക്കെ തേപ്പിച്ച്, നമ്മുടെ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത്, അഭിഷേകമൊക്കെ ചെയ്ത്, കുളിപ്പിച്ച്, പുതിയ ഡ്രസ്സ് കൊടുത്ത്, നേദ്യം കൊടുത്ത്, അങ്ങനെ ഒരു മനുഷ്യൻ എന്തൊക്കെ നമ്മൾ രാവിലെ ഒരു ഡെയിലി റൂട്ടീൻ ചെയ്യുമോ അതെല്ലാം മുരുകനകത്ത് നിന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. വാസുദേവൻ ഏതായാലും വീടിൻ്റെ ബാക്കിലോട്ട്, അമ്പലത്തിൻ്റെ ബാക്കിലോട്ട്, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതായാലും മുരുകനെ തൊഴുതിട്ട് നേരെ വീട്ടിലേക്ക് പോവാം കേട്ടോ. കാരണം എന്താണെന്ന് അറിയാവോ, വാസുദേവനെ കാണാൻ വേണ്ടിയിട്ട്. അതിനാണ് എൻ്റെ ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. അമ്പലം ഇത്ര അടുത്തുള്ളതിൻ്റെ പ്രിവിലേജുകൾ പലതാണ് എനിക്ക്. ഒന്നാമതേ, നേദിക്കുന്ന സാധനങ്ങൾ മൊത്തം കഴിക്കാൻ വേണ്ടി നമുക്ക് കിട്ടും. രണ്ടാമത്, ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ തിരക്കില്ലാതെ നമുക്ക് നമ്മുടെ സ്വന്തം നമ്മുടെ ഒരു ഏരിയയിലിരുന്ന് കാണാൻ പറ്റും. ഇപ്പം കണ്ടില്ലേ, ആർക്കും കാണാൻ പറ്റിയില്ല. ഞാൻ വാസുദേവനെ കാണാൻ വേണ്ടി വീടിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ട് വിളിയോട് വിളിയാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാലപ്പമാണ് കേട്ടോ ഉണ്ടാക്കി ഇങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി തന്നിരിക്കുന്നത്. ഇത് കുറേ പരാതിയുടെ പുറത്തൊക്കെയാണ് ഇങ്ങനെ വരുന്നത്. കാരണം എപ്പോഴും അവർക്ക് ഇഷ്ടമുള്ളതേ ഉണ്ടാക്കുകയുള്ളൂ, ശംഭുവിനും പ്രജിനാണ് അവിടെ പ്രയോറിറ്റി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ അലമ്പാക്കുകയും വീഡിയോയിൽ പലതവണ പറയുകയും ചെയ്തപ്പോൾ അമ്മയ്ക്ക് അപമാനക്ഷത സഹിക്കുക വയ്യാണ്ട് അമ്മ ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു പ്രജിക്കും ശംഭുവിനും അത്ര ഇഷ്ടമല്ല പാലപ്പം. വൺസിൻ്റെ മൈൽ കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ഫേവററ്റാണ്. അപ്പം ചാച്ചിയും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ ആർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമാണല്ലോ എനിക്കിഷ്ടം. എനിക്കറിയില്ല അപ്പത്തിന് ഇപ്പം എന്താ കുഴപ്പം. ഇവിടെ ഒരാൾക്ക് അപ്പം ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ദോശ വേണം. അമ്മ ആരാ മോള്, അമ്മ അപ്പത്തിൻ്റെ മാവ് തന്നെ ഒഴിച്ചിട്ട് മറ്റേ കല്ലപ്പം പോലെ ആക്കിയിട്ട് ദോശയാണെന്ന് പറഞ്ഞ് കൊടുത്തു. പ്രജി പറയുന്നുണ്ടായിരുന്നു അമ്മയെ പാലപ്പം ഉണ്ടാക്കിക്കോ എന്നൊക്കെ. കാരണം പ്രജിക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല. പക്ഷേ പ്രജിക്ക് അറിയാം അവർക്ക് രണ്ടുപേർക്കും കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കില്ല. കാരണം താല്പര്യമില്ലാത്തൊരു കാര്യം കഴിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ കുറേ നാളായി കഴിച്ചിട്ടെന്ന് തോന്നിയപ്പോൾ പ്രജിയും പറഞ്ഞു നമുക്ക് ഈ പ്രാവശ്യം പാലപ്പം ഉണ്ടാക്കാമേ, അപ്പോൾ നമുക്ക് കഴിക്കാമല്ലോ. കാരണം കുറേ നാളായി കഴിച്ചിട്ട്. ഞാൻ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം പോയി അപ്പം സെലക്ട് ചെയ്യും. കാരണം നമ്മൾ 3 പേര് 3 ആയിരിക്കുമല്ലോ സെലക്ട് ചെയ്യുക. വീട്ടിൽ പക്ഷേ ഉണ്ടാക്കുമ്പോൾ 3 ആൾക്ക് വേണ്ടി 3 ഡിഫറെൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ദോശ, ഇഡ്ഡലി, സാമ്പാർ അതൊക്കെയാണ്. എനിക്കും ഇഷ്ടമാണ്, പക്ഷേ ദോശയൊക്കെ ഒരുപാട് പേരുള്ളപ്പോൾ എനിക്കിഷ്ടമല്ല. കാരണം ഈ 10-20 ദോശ ഒന്നും നിന്ന് ചൂടാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇതാ സ്വന്തമായിട്ട് വെള്ളം കോരാൻ പഠിച്ചതിൻ്റെ ഒരു ടെക്നിക്ക്, കണ്ണൂരിൽ നിന്ന് പഠിച്ചതിൻ്റെ ഒരു ടെക്നിക്ക് ശംഭു ഇവിടെ വന്ന് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, ഞാനൊക്കെ എത്ര പേടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. ഇവന് പക്ഷേ ശീലം ഇല്ലാഞ്ഞിട്ടും ഇങ്ങനൊരു ഓപ്ഷൻ കണ്ടിട്ടില്ലാഞ്ഞിട്ടും ഒക്കെ അവൻ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ഈ സമയമാകുമ്പോഴത്തേനും നമ്മളോട് പറയാമായിരുന്നു നമ്മൾ കിണറ്റിൽ പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10:30 കേട്ടോ. 10:11 വേഗം അമ്മൂമ്മേനെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. കാരണം 12 മണിയാകുമ്പോൾ നമ്മുടെ അമ്പലത്തിൽ ആറാട്ട് സദ്യ തുടങ്ങും. അപ്പോൾ അതിന് മുമ്പേ എത്തണമല്ലോ എന്ന് വെച്ചിട്ട് 1 മണിക്കൂർ സമയം കൊണ്ട് വേഗം പോകുന്നു, അമ്മമ്മയെ കാണുന്നു, തിരിച്ചു വരുന്നു. സത്യം പറഞ്ഞാൽ അവിടുന്ന് ഒരു ഗ്ലാസ് ചായ പോലും കുടിച്ചില്ല. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാടെയാണ് ഇറങ്ങിയത്. അവിടെ ചെന്ന പാടെ തിരിച്ചു പോരുകയും വേണം. വീട്ടിൽ നിറയെ കനകാമ്പരം പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷേ പറിക്കാനുള്ള ഓപ്ഷനില്ല. വേഗം വന്നപ്പോഴത്തേക്ക് ചിന്തിക്കടക്കാരും കളിക്കൊപ്പുകാരും ഒക്കെ എത്തി. അധികം കട കെട്ടിയൊന്നും അവിടെ വരില്ല. ജസ്റ്റ് 1-2 ഐസ്ക്രീം വണ്ടിയോ ഇതുപോലെ ബലൂണോ എന്തെങ്കിലും ഒന്ന് വന്നാലായി, അത്രയേ ഉള്ളൂ. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ആറാട്ടിൻ്റെ സദ്യയൊക്കെ കഴിഞ്ഞ് ഒരു വഴിയായി. അപ്പോഴത്തേക്ക് അമ്മ ഓടിപ്പോയി മേടിച്ചുകൊണ്ടൊക്കെ തന്നു കേട്ടോ. അത് കഴിച്ചിട്ടൊന്ന് കയറി കിടന്ന് മയങ്ങി. അപ്പോഴത്തേക്ക് 4 മണിയായി. ആറാട്ട് ഘോഷയാത്ര ഇറങ്ങാൻ വേണ്ടി താലപ്പൊലിക്കാരെ മൈക്കിന്ന് അനൗൺസ് ചെയ്തു. കുളിച്ച് ഫ്രഷായി പോവാം. സദ്യയൊക്കെ കഴിച്ചു. ഇനി അതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിപ്പോയി. കയറി കിടന്നതാ. നാടകസമിതിയുടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നാടകമുണ്ടെന്ന്. നാടകമൊക്കെ കണ്ടിട്ട് കുറേ നാളായി. അപ്പം നമുക്ക് പോയി കാണാം. പിന്നെ പരിപാടിയുടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, ചേട്ടന്മാരൊക്കെ. അവിടെ ആനേനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ലൈവൊക്കെ ഇട്ടായിരുന്നു ആനേനെ. ഞാനല്ല, പ്രജി ലൈവ് ഇട്ടായിരുന്നു. അപ്പോൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. സൂപ്പറല്ലേ, നല്ല ഫീലാണ്. പക്ഷേ വയറ് നിറച്ചിട്ട് നടക്കാൻ കഴിയുന്നില്ല.
ഇവിടെയാണ് ആനയെ കുളിപ്പിച്ചിരുന്നത്. സാധാരണ ഇവിടെ ആനനെ കെട്ടുന്നത് എന്താ ഇവിടെ. ഇപ്പം അവനെ ഒരുക്കാൻ വേണ്ടി കൊണ്ടുപോയി, നെറ്റിപ്പട്ടമൊക്കെ ഇട്ട് അങ്ങനെ ഒരുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് രാത്രി പരിപാടി കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ പോകണം. ചേച്ചിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഇഷ്ടമാണോ നിങ്ങൾക്ക് നാടകം കാണാൻ? നമ്മുടെ കൊടിയേറി കിടക്കുന്നത് കണ്ടോ? അമ്മമാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ താലപ്പൊലിക്കുള്ള എല്ലാവരും ചെല്ലാൻ പറഞ്ഞു. എനിക്ക് പോകണം എന്നുണ്ടായിരുന്നു, പക്ഷേ എന്താണെന്നറിയോ, നമുക്കിവിടുന്ന് ഒരു 4 മണിക്കെങ്കിലും ഇറങ്ങണം. കാരണം പ്രജയ്ക്ക് ഡ്യൂട്ടി ഉണ്ട്. സോ ചിലപ്പം 4, 4:30, 4:45 നമ്മൾ ആറാട്ട് ഘോഷയാത്ര കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ. അതായത് ഇപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഒരു 7 മണിയാവും അടുത്ത നമ്മുടെ പഴയാറ്റിൽ ദേവീക്ഷേത്രത്തിൽ എത്താൻ വേണ്ടിയിട്ട്. അവിടുന്ന് പിന്നെ ആറാട്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ വരും. പിന്നെ വെളുപ്പിനെ പോയിട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് കൊടിയിറക്കും. അങ്ങനെയാണ്. ഇപ്പോൾ കൊടിയേറ്റൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ കൊടിയിറക്കും. കാണാൻ പറ്റും എന്നറിയില്ല. പക്ഷേ കൊടിയിറക്കിന് ശേഷം അടിപൊളി ഒരു കരിമരുന്ന് പ്രയോഗം ഉണ്ട്. നല്ല രസമാണ്. പിന്നെ ഈ നാടകത്തിൻ്റെ ഇതില്ലേ, എന്താണ്, സ്റ്റേജൊക്കെ ഒരുക്കൂലേ, അതിന് ആൾക്കാരും ബസ്സിൽ നിറയെ ഇതൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ ബാനറൊക്കെ കെട്ടി അവരുടെ ഹരിലക്ഷ്മി ചങ്ങനാശ്ശേരി ഒരുക്കുന്നു. പണ്ട് നാടകമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഇവിടെ വന്നിട്ടാണ് അവർ ഫ്രഷ് ആവുകയും റെഡി ആവുകയും മേക്കപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ വീട്ടിൽ. ഇപ്പോൾ കമ്മിറ്റിക്കാർ അതിന് വേറെ സെറ്റപ്പൊക്കെ ആക്കി കൊടുക്കും. അവർക്ക് ചേഞ്ച് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ റൂമൊക്കെ ആക്കി കൊടുക്കും. പണ്ട് അങ്ങനെയല്ലല്ലോ. സ്ഥലപരിമിതിയൊക്കെ കുറവാണ്. ഇത്രയും പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ഓടി വരും. ഇവിടെ നമ്മുടെ കിണറാണല്ലോ ഇത്. ഇവിടുന്ന് കുളിക്കും, ചേഞ്ച് ചെയ്യും, പോകും. അങ്ങനെയൊക്കെയായിരുന്നു. നമുക്ക് പേടിയാവും ചിലപ്പോൾ ഇവർ ഫുൾ മേക്കപ്പിൽ നമ്മുടെ അടുത്ത് കാണുമ്പോൾ. ഇതാണ് നമ്മുടെ കിണർ. അപ്പോൾ മേക്കപ്പിൽ അടുത്ത് കാണുമ്പോൾ നമുക്ക് പേടിയാവുമായിരുന്നു എനിക്കൊക്കെ. മറ്റേ ആ ഒരു കേക്കി ഫിനിഷ് എത്തിയല്ലോ. അതാ ആളിവിടെ ഉണ്ട്. ഒരുങ്ങാൻ പോയിട്ട് ഒന്നും കൂടെ കുളിക്കാൻ വന്നതാണ് കേട്ടോ. അരുൺചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. ഇത് രസമാണല്ലേ ആനനെ കാണാനായിട്ട്. ആനനെ തൊടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതൊരു സന്തോഷമല്ലേ. പാവം. നമുക്ക് പണ്ട് വന്നുകൊണ്ടിരുന്നത് നാരായണൻകുട്ടിയാണ്, നമ്മുടെ സ്വന്തം നാരായണൻകുട്ടി. പിന്നെ അത് അപ്പുവായി, ഇപ്പതാ ഇദ്ദേഹമായി. എന്നാലും നമുക്ക് അപ്പു വേണമെന്നായിരുന്നു. അത് ഇവിടെ ഇങ്ങനെ കെട്ടുമ്പോൾ അമ്മ ഇവിടുന്ന് അപ്പൂന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവനിങ്ങനെ തുമ്പിക്കൈ പൊക്കുമായിരുന്നു. എന്നിട്ട് എന്നെ വീഡിയോ കോൾ വിളിച്ചിട്ട് കാണിച്ചു തരുമായിരുന്നു. ഇവനും പൊളിയാണപ്പ. മേളം തുടങ്ങി വേഗം ഉത്സവമായിട്ട് നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അരുൺചേട്ടനെ കൊച്ചിനെ കൊണ്ട് തൊടിയിപ്പിക്കാൻ വന്നതാണ്. കുളിക്കാൻ പോവാ. അത് കളർ കോഡാണോ? എല്ലാവർക്കും അത് വേണോ? അമ്മയ്ക്കും അതാണോ?
എനിക്ക് പഴം കൊടുക്കാൻ സമ്മതിക്കാത്ത മോശമായി ഇപ്പം ഇല്ലേ ശമ്പുവിനെ കൊണ്ട് കൊടുപ്പിക്കുകയായിരുന്നു. ഒന്നും കൊടുക്കത്തില്ലെന്ന് പറയുന്നു. അപ്പോൾ ഇനി ഞാൻ ആനയെ വായി നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഗേറ്റ് പൂട്ടി താക്കോലും കൊണ്ട് പോകും. ഞാൻ വീട്ടിൽ തന്നെ കിടക്കും, അല്ലെങ്കിൽ മതിൽ ചാടി പോയിട്ട് അമ്പലത്തിൽ എത്തേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വേഗം പോയി കുളിച്ച് റെഡിയായിട്ട് അമ്പലപ്പറമ്പിലോട്ട് പോട്ടെ. അതിന് വേണ്ടിയിട്ടല്ലേ വന്നതല്ലേ, അപ്പോൾ നമുക്ക് ഓടിയാലോ. പ്രജി ചോദിക്കുകയായിരുന്നു ഇവനെ വീണ്ടും കുളിപ്പിക്കുകയാണോന്നേ, കാരണം അവൻ്റെ കാലിലെന്തോ മരുന്നൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പാവല്ലേ ഇത്രയും നേരം നിൽക്കുന്നൊക്കെ അല്ലേ. അപ്പോൾ അതിനെ വേഗം ഒന്നും കൂടെ ആറാട്ടിന് പോകുന്നതിന് മുമ്പേ ഫ്രഷ് ആക്കിക്കൊണ്ട് വന്നിട്ട് അവന് ആവശ്യമുള്ള ഹെൽത്ത് കെയറും പരിപാടികളൊക്കെ ചെയ്യുകയാണേ. അപ്പം അതിന് വേണ്ടിയിട്ട് ആളുണ്ട്. അപ്പോൾ പാപ്പാൻ്റെ രണ്ടാം പാപ്പാനുണ്ട്. അപ്പം ആൾ വന്നിട്ട് രണ്ടാം പാപ്പാനായിരിക്കണം മേ ബി, എനിക്കറിയില്ല. ഒന്നാം ഉത്സവം തൊട്ടേ നമ്മളിവിടെ നിന്നിരുന്നെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമായിരുന്നു ഇവനെക്കുറിച്ചിട്ട്. ഞാനിപ്പോൾ ഇന്നലെ വന്നതല്ലേ ഉള്ളൂ, ഇന്ന് പോവുകയും ചെയ്യും. അപ്പോൾ അവൻ്റെ കാലിലെന്തോ മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മുറിവോ മറ്റോ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. എന്തായാലും അതൊക്കെ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ചെവി പൊട്ടുന്ന കണ്ണ് പൊട്ടുന്ന ചീത്ത അമ്മ വിളിക്കും. അതുകൊണ്ട് നമുക്ക് വേഗം പോയേക്കാമെന്ന് കരുതി. ഇനി നിന്നിട്ടുണ്ടെങ്കിലേ നമ്മൾ കുളിച്ച് റെഡിയായി വരുമ്പോഴത്തേക്ക് ശമ്പുനെ എല്ലാം റെഡിയാക്കി വരുമ്പോഴത്തേക്ക് ചിലപ്പം ഘോഷയാത്ര അങ്ങ് പോവും. അപ്പം ഇതൊക്കെ കാണണ്ടേ. ഇതാ നമ്മുടെ അമ്പലത്തിലെ ഗരുഡനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. ഇങ്ങനെ പരുന്തോ ഗരുഡനോ മറ്റോ ആണ്. അപ്പോൾ താഴെ നിന്ന് ഇങ്ങനെ പൈസ കൊത്തിയെടുക്കുന്നു, അതേപോലെ പാമ്പിനെ ഇട്ടിട്ട് പാമ്പിനെ കൊത്തിയെടുക്കുന്ന അങ്ങനത്തെ പരിപാടിയൊക്കെ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണേ. എല്ലാ വർഷവും ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എങ്ങനെയും ഏകദേശം ഒരു 7-8 വർഷമായി ഉത്സവം കൂടിയിട്ടൊക്കെ. ശമ്പുവിൻ്റെ 1 വയസ്സ് പിറന്നാളുടെ ആ ഒരു സമയത്തൊക്കെ കൂടിയതാണ്. ഒരു വയസ്സിൻ്റെ ആ ഒരു സമയത്തെ ഉത്സവത്തിൽ കൂടിയതാണ്, 2020 മറ്റോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനി ആറാട്ടിന് ഇറങ്ങുകയാണ്. ഇനി ഭഗവാന്റെ തിടമ്പ് ആനപ്പുറത്തേക്ക് കയറ്റാൻ പോവുകയാണേ. നമുക്ക് കണ്ടാലോ. അപ്പം നമ്മുടെ മുരുകനെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചിരുത്തി കുടയൊക്കെ പിടിച്ച് നമ്മുടെ ആനക്കുട്ടിലിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പ്രദക്ഷിണം ചെയ്ത് അമ്പലത്തിനൊരു വലം വെച്ചിട്ട് നേരെ പോകുന്നത് പഴയാറ്റിൽ ദേവി ക്ഷേത്രത്തിലേക്കാണ്. നമ്മുടെ അവിടെ നിന്ന് ഇവിടെ അടുത്ത് തന്നെയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തൃക്കേൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ വർഷം എന്തോ കുളത്തിൻ്റെ നവീകരണ ഭാഗമായിട്ട് എന്തോ അവർ അടുത്ത വേറൊരു അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ 2 അമ്പലത്തിലേക്കാണ് മാറി മാറി എല്ലാ വർഷവും പോകുന്നത്. അപ്പോൾ ഈ വർഷം ഉത്സവത്തിന് പറയിടാൻ ബാക്കിയുള്ള എല്ലാവരും വന്നിട്ട് പറയൊക്കെ ഇടുന്നുണ്ട്. അതേപോലെ ശമ്പുട്ടൻ പോയിട്ട് ഈ ടോയ്സിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നിന്ന് കറങ്ങുന്നുണ്ട്. അവനാവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തു കേട്ടോ.
ആകെ 1-2 കടക്കാരാണ് വരിക. അവിടെ എന്താ ഉണ്ടാവുക, എല്ലാം അറിയാവുന്ന സാധനങ്ങളൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക. അതൊക്കെ മേടിച്ച് കൊടുത്തു. പിന്നെ ഉത്സവത്തിന് പോകാനുണ്ടായ ഒരു രസം എന്താ വെച്ചാൽ, ഗുണം എന്താ വെച്ചാൽ, നമ്മളെല്ലാ വർഷവും നാട്ടിൽ പോകുന്നുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ പോകും, ബന്ധുക്കളുടെ വീട്ടിൽ പോകും, അമ്മയുടെ അടുത്ത് പോകും, തിരിച്ചു പോരും. അങ്ങനെ 2-3 ദിവസത്തെ ഇതായിട്ട് പോകും, അമ്പലത്തിൽ പോകും നിർബന്ധമായിട്ടും. അപ്പോൾ എല്ലാവരും കാണാൻ പറ്റില്ലല്ലോ. പക്ഷേ ഉത്സവത്തിന് വന്നപ്പോൾ ആ പ്രദേശത്തുള്ള ആ നാട്ടിലുള്ള എല്ലാവരെയും എനിക്ക് കാണാൻ പറ്റി, എല്ലാവരോടും സംസാരിക്കാൻ പറ്റി, പരിചയം പുതുക്കാൻ പറ്റി. കുഞ്ഞിനെ കാണാത്ത പലരും ഉണ്ട്. അപ്പോൾ എല്ലാവരെയും കണ്ടു, സംസാരിച്ചു. കുറേ പേരൊക്കെ, അതായത് വെല്ലുമിച്ചൊക്കെ വിളക്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും കണ്ട്, ചിലർക്കൊക്കെ ഓർമ്മ ഉണ്ട്, ചിലർക്കൊന്നും ഓർമ്മയില്ല പ്രായമായിട്ട്. അങ്ങനെ എല്ലാവരും വന്നു കണ്ടു. എല്ലാവരും പറയുന്നത് എന്തൊരു മാറ്റമാണ് നിനക്ക് സംഭവിച്ചിരിക്കുന്നത്, പണ്ട് എന്തൊരു തടിയായിരുന്നു. ഇപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തടിക്ക് കുറവൊന്നുമില്ല, പക്ഷേ പണ്ട് ഞാനൊരു ചബ്ബി ബേബി ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉരുണ്ടുരുട്ട് നടക്കുമായിരുന്നു അതുവഴിയെല്ലാം. അപ്പോൾ ഇപ്പം നല്ല മാറ്റം, ഭയങ്കര മാറ്റമാണ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോനെ കണ്ടു, പരിചയപ്പെട്ടു, ബ്രജീനെ കണ്ടു, പരിചയപ്പെട്ടു. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അമ്മമാരെ, ഫ്രണ്ട്സൊന്നും ഇല്ല കേട്ടോ, എല്ലാവരും ജോലി സ്ഥലത്തും അവിടെ ഇവിടെയൊക്കെ ആണല്ലോ. അപ്പോൾ അവരുടെയൊക്കെ അമ്മമാരെ, അച്ഛന്മാരെ, മുത്തശ്ശിമാരെ, പിന്നെ അനിയന്മാരെ, അനിയത്തിമാരെ ഒക്കെ കണ്ടു. കുറേ പേര് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, കൊച്ചിയിൽ വന്നു എന്ന് പറഞ്ഞപ്പം നാട്ടിൽ വരുന്നില്ലേ, ഉത്സവത്തിന് വരുന്നില്ലേ എന്ന്. അപ്പം അങ്ങനെ ചോദിച്ചവരെയൊക്കെ കണ്ടൊന്ന് വിഷ് ചെയ്തു. പിന്നെ ഈ കടക്കാരൊക്കെ വന്നപ്പോൾ അവിടെ പോയിട്ട് ശമ്പൂട്ടിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. അതിനുശേഷം ഇനി താലം എടുക്കാൻ വേണ്ടി ഒരാൾ എൻ്റെ താലപ്പൊലി കൊണ്ട് തന്നെങ്കിലും എൻ്റെ അവസ്ഥ അറിയാമല്ലോ, അതുകൊണ്ട് അങ്ങനെ എടുത്തില്ല. അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ മുകളിൽ ഇവിടെ നിന്നിട്ടാണ് കേട്ടോ ഞാൻ കാഴ്ചകളെല്ലാം കാണുന്നത്. അപ്പോൾ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന, അതായത് അസ്തമിക്കാൻ പോകുന്ന സമയത്താണ് നമ്മൾ ആറാട്ട് ഘോഷയാത്ര ഇറങ്ങുന്നത്. ഘോഷയാത്ര ഇറങ്ങിയിട്ട് ഭഗവാനെ ആനയിച്ച് നമ്മൾ പഴയാറ്റിൽ ദേവീക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറേ ഇതുണ്ടാവും, കൈകൊട്ടിക്കളിയും പരിപാടിയും ഒക്കെ ഇതിനെ അനുഗമിക്കുന്നുണ്ടാവും. പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. പണ്ട് താലപ്പൊലിയും വിളക്കമ്മമാരെന്ന് പറഞ്ഞാൽ അഷ്ടമംഗല്യ വിളക്ക് എടുത്തിട്ട് ഒരാൾ മുമ്പിൽ പോകും. ഒരാളല്ല, കുറേ അമ്മമാർ, നാട്ടിൽ ഒരു 10-25 അമ്മമാർ അങ്ങനെ പോവും. ചെണ്ടമേളവുമായിട്ട് അങ്ങനെ അങ്ങ് അമ്പലത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കലാരൂപങ്ങളുണ്ട് കേട്ടോ. താലപ്പൊലി കൂടാണ്ട്, വിളക്കമ്മമാർ കൂടാണ്ട്, ചെണ്ടമേളം കൂടാണ്ട്, കൈകൊട്ടിക്കളി അല്ലെങ്കിൽ ടാബ്ലോ പോലെ അങ്ങനെയൊക്കെ. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തു വന്നപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്ന വീഡിയോ എടുത്തുകൊണ്ട്, നമ്മുടെ പ്രജയാണ് കേട്ടോ, ഇടയ്ക്ക് ഇപ്പോഴാണ് കണ്ടു കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ചെണ്ടമേളം ഫ്രണ്ടിൽ നമ്മുടെ തകിലൊക്കെ ഫ്രണ്ടിൽ പോകുന്നു. അതിൻ്റെ കൂടെ അമ്മൻകുടം 5 പേരുണ്ടായിരുന്നു. അവർ പോയി കഴിഞ്ഞ് കുറച്ച് ആൾക്കാർ, പിന്നെ നമുക്ക് വണ്ടീനെ അങ്ങനെ ബ്ലോക്കാക്കി നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ ചേട്ടന്മാരെല്ലാവരും കൂടെ വണ്ടീനൊക്കെ റെഡിയാക്കി കൊടുത്തുവിടുന്നുണ്ട്. കാരണം മെയിൻ റോഡിൽ കൂടെയാണ് ഇതിപ്പോൾ പോകുന്നത്. അവിടെയാണ് 5 മിനിറ്റ് വെച്ച് ബസ് വരുന്നൊരു സ്ഥലവുമാണ്. അങ്ങനെ നമ്മുടെ കൈകൊട്ടിക്കളി പിള്ളേരുണ്ടായിരുന്നു. അതൊരു 3 സെറ്റോളം ഉണ്ടായിരുന്നു കേട്ടോ, പല ഡ്രസ് കോഡും കാര്യങ്ങളായിട്ട്. ഇതൊക്കെ കാണുമ്പോൾ നല്ല രസം തോന്നി കേട്ടോ. പണ്ട് പെൺകുട്ടികൾക്ക് ആകെയുള്ള പരിപാടി താലപ്പൊലി എടുക്കുക എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ വിളക്കെടുക്കുക, ഈ 2 പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി. എല്ലായിടത്തും ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത് ആദ്യമായിട്ട് കാണുമ്പോൾ എല്ലാ വർഷവും ഉണ്ട് കേട്ടോ, ഞാൻ പോവാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയ പാട്ടും കാര്യങ്ങളും ഒക്കെ അവരുടെ തന്നെ തൊട്ട് മുമ്പിൽ ഒരു വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാവും.
അങ്ങനെ കൊട്ടും മേളവും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ പഴയാറ്റിൽ അമ്പലത്തിൻ്റെ മുമ്പിലെത്തി കേട്ടോ. അപ്പം എന്തായാലും ഇവരിങ്ങനെ നടന്നു വരാൻ കുറേ സമയം എടുക്കും. ഞാനാണെങ്കിൽ കുറേ നാളായി പഴയാറ്റിൽ അമ്പലത്തിൽ തൊഴുതിട്ട്. ദീപാരാധന കഴിഞ്ഞുവെങ്കിലും ഞാൻ ഓടിപ്പോയിട്ട് അമ്പലത്തിലെല്ലാം പ്രദക്ഷിണം വെച്ച് തൊഴുതൊക്കെ വന്നു കേട്ടോ. അപ്പോഴേക്കും അമ്മകൂടത്തിൻ്റെ ആൾക്കാർ അകത്ത് കയറി അവിടെ തുള്ളുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് എല്ലാവർക്കും അവിടുന്ന്, നമുക്ക് എല്ലാവർക്കും ചെന്ന എല്ലാവർക്കും അവിടുന്ന് കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ദേവിയുടെ അടുത്തേക്ക് മുരുകനെ ആനയിച്ച് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് അവിടെ വള്ളപ്പാട്ട് പാടിയിട്ടാണ് കേട്ടോ അവർ മുരുകനെ ഇങ്ങോട്ടേക്ക് സ്വീകരിച്ചത്. അത് നമ്മുടെ നാടിൻ്റെ എന്ന് വെച്ചാൽ ആ ആറന്മുള സൈഡിലെ വള്ളപ്പാട്ടിൻ്റെ ഭയങ്കര ഇത്. ഇപ്പം നമ്മുടെ നാട്ടിലെ വിവാഹങ്ങൾ, നമ്മുടെയൊക്കെ കല്യാണത്തിനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കല്യാണത്തിനും അങ്ങനെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പരിപാടിക്കെല്ലാം വള്ളപ്പാട്ട് ഉണ്ടാവാറുണ്ട്. സത്യമായിട്ടും വള്ളപ്പാട്ട് പാടിയപ്പോൾ എനിക്ക് നമ്മുടെ മുരുകനെക്കുറിച്ച് തന്നെ പറയുന്നത് പോലെ തോന്നി കേട്ടോ. ബന്ധുവില്ലാത്തവർക്കെല്ലാം ബന്ധുവായ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ഫീലായിരുന്നു. അതിനുശേഷം അവിടുത്തെ കുളത്തിലാണ് നമ്മുടെ മുരുകൻ്റെ ആറാട്ട് കഴിഞ്ഞിട്ട് മുരുകനും പഴയറ്റിലമ്മയും കൂടെ കുറച്ച് നേരം അവരുടെ ഡിസ്കഷനും പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അവർ വരട്ടെ. അപ്പോഴത്തേക്ക് എനിക്കിതാ ഒരു കോള് വന്ന് വീട്ടിൽ നിന്ന്, വേഗം വായോ വീട്ടിൽ ഗസ്റ്റ് ഉണ്ട് എന്ന്. അമ്പലത്തിലേക്ക് ഏകദേശം 2 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ എത്തിയെങ്കിലും തിരിച്ചോടുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഞാൻ വീട്ടിലെത്തി കേട്ടോ. എൻ്റെ കസിൻ സിസ്റ്റർ മേഘയാണ് വിളിച്ചത്. അവരും എത്തിയിട്ടുണ്ട്. പിന്നെ വേറെ 2 ഗസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞു. ആരാ നോക്കണ്ടേ? വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഗേറ്റ് ഉൾപ്പെടെ എല്ലാം പൂട്ടിയിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ താക്കോല് പർട്ടിക്കുലർ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. വന്ന ഗസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിറ്റപ്പനും തന്നെയാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു എവിടെയാണ് താക്കോലുള്ളതെന്ന്. അതുകൊണ്ട് അവരൊക്കെ തുറന്ന് സേഫായിട്ട് അകത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇതറിയാതെ ഓടി വന്ന് ഞാൻ വണ്ടിയായിപ്പോയി. എന്നിരുന്നാലും നമ്മുടെ മേഘയുടെ മോളെയും കൊണ്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് ഇറങ്ങി കേട്ടോ. കാരണം അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ മേടിച്ച് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ ശമ്പൂട്ടിനുള്ളതെല്ലാം നേരത്തെ മേടിച്ച് കൊടുത്തായിരുന്നു. അതേപോലെ അവൾക്കും എല്ലാം മേടിച്ച് കൊടുത്തിട്ട് അവർ കളി തുടങ്ങി കേട്ടോ. അവിടെ ഉണ്ടായതെന്ന് വെച്ച് 2 പേർക്കും ഇഷ്ടപ്പെട്ട ക്യാമറയാണ്. അതൊക്കെ മേടിച്ച് കൊടുത്തപ്പോഴത്തേന് പരസ്പരം എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. പിന്നെ അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും 2 പേരും ഒരേപോലെ മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും അവർ ഭയങ്കര ഹാപ്പിയായി. ഇപ്പം അധികമൊന്നും ആയില്ലല്ലോ. ശംഭു ഇപ്പം ആകെ 2 വട്ടമാണ് അവളെ കണ്ടിരിക്കുന്നത്. പക്ഷേ അവളുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇവനും ഇൻട്രസ്റ്റ് ആണ്. അതേപോലെ ഇവനുണ്ടെന്ന് പറയുമ്പോഴേക്കും മോക്കും ഇൻട്രസ്റ്റ് ആണ് വരാനും കളിക്കാനും ഒക്കെ ആയിട്ട്. ചേച്ചി ഇല്ല ഡോക്ടർ അല്ലേ? ഡോക്ടർ കഴിഞ്ഞ് പിന്നെന്താ? സൂപ്പർ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കിന് കുഞ്ഞിപ്പെണ്ണ് ശമ്പൂട്ടിനെ പഠിപ്പിച്ചതാണ്. ഇപ്പോൾ വന്നപ്പോൾ അവൾ ഓർമ്മയുണ്ടോയെന്ന് ചെക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നിൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു. പക്ഷേ അടിപൊളിയാണല്ലേ, കുഴപ്പമില്ല. പിള്ളേരുടെ കളികളല്ലേ. ശമ്പൂരിനൊന്നും വലിയ പരിചയമില്ല. ഇനി വേണം ഇതൊക്കെ ഒന്ന് പഠിച്ചെടുക്കാൻ. അപ്പോൾ അതാ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് വിഷ്ണു, അതായത് മിഥുൻ, മറ്റേത് മേഘ. അവർ 2 പേരും ട്വിൻസാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനും കൂടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ അവർ വന്നതാണ്. അപ്പോൾ ശമ്പൂട്ടിനെ ഏതായാലും അവരെ കാണാൻ പറ്റിയല്ലോ. അപ്പോൾ അവർ അധികം നേരം നിന്നിട്ടില്ല. ജസ്റ്റ് നമ്മളെ ഒന്ന് വന്നു കണ്ടു പോയി. അവർ പോയ പാടേതാ ഞാൻ സ്റ്റേജിൻ്റെ ഏറ്റവും മുമ്പിൽ വന്നിരിപ്പുണ്ട് പരിപാടി കാണാനായിട്ട്. ഈ കുഞ്ഞിപ്പെണ്ണ് അടിപൊളിയായിട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലൈവ് ഇട്ട് എനിക്കെല്ലാം കോപ്പിറൈറ്റ് അടിച്ചു പോയി. അപ്പോൾ അതിനുശേഷം നമ്മൾ ഏറ്റവും ഫ്രണ്ടിലിരുന്ന് കുറേ നേരം പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെവിയുടെ എല്ലാ സംഭവം അഴിച്ചു പോകുമല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. കാരണം നാടകം കാണണം, അതോടൊപ്പം നമ്മുടെ വീട്ടിൽ പാക്കിങ്ങും നടത്തണം. നമുക്ക് തിരിച്ച് പോകണ്ടേ ഇന്ന് തന്നെ. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫെസിലിറ്റി ഉണ്ടല്ലോ, അതായത് ബാൽക്കണിയിലിരുന്ന് നാടകം കാണാൻ പറ്റുന്നൊരു ഫെസിലിറ്റി നമ്മുടെ വീട്ടിലിരുന്നാൽ മതി. ഇതാ സ്റ്റേജ് നേരെ ഫ്രണ്ടിലാണ്. പിന്നെ സ്പീക്കർ നമ്മുടെ വീടിന് അകത്തേക്കാണല്ലോ ഉത്സവം വരുമ്പോൾ വെക്കുക. അങ്ങനെ നമുക്ക് അപ്പോൾ അടിപൊളിയായിട്ട് നാടകം കാണാനും കേൾക്കാനും എല്ലാം പറ്റും.
ആക്ച്വലി ഞങ്ങൾ ലൈവ് ഇട്ട് തുടങ്ങിയായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ തോരണം കെട്ടിയിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കൃത്യം വരുന്നത് കാരണം വീഡിയോയിൽ കാണുമ്പോൾ ഒരു രസമില്ല. അതുകൊണ്ട് നമ്മളത് ഡിലീറ്റ് ആക്കി കളഞ്ഞു കേട്ടോ. കണ്ടോ, ഇങ്ങനെ സ്റ്റേജിൻ്റെ മുമ്പിലോട്ട് നോക്കുമ്പോൾ ഒരു തോരണം കെട്ടിയേക്കുന്ന ഒരു ഫീലും പിന്നെ നടുക്കൊരു തെങ്ങ് നിൽക്കുന്നതൊക്കെ കണ്ടോ, അതുകൊണ്ടൊരു സുഖമില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മളവിടെ നിന്ന് കുറേ നേരം നാടകമൊക്കെ കണ്ട് ഏകദേശം 3/4 ഭാഗമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പ്രജീനെ നിർബന്ധിച്ച് റൂമിൽ കൊണ്ടുപോയി കിടത്തി ഉറക്കി കേട്ടോ. കാരണം എന്തായാലും നമുക്കിനി തിരിച്ച് ഡ്രൈവ് ചെയ്യാനുള്ളത് ഏകദേശം 4 മണി സമയത്ത്. അപ്പോൾ ഉറക്കം വന്ന പാടല്ലേ. അപ്പോൾ ഏകദേശം ഒന്ന് ഉറങ്ങി ഒന്ന് ക്ഷീണം മാറ്റി നമ്മൾ എഴുന്നേറ്റ് വന്ന് അമ്പലത്തിൽ വന്ന് തൊഴുതപ്പോഴത്തേക്ക് ആറാട്ടിന് ഘോഷയാത്ര തിരിച്ചെത്തിയിട്ടുണ്ട് മുരുകനെയും കൊണ്ട്. അപ്പോൾ എനിക്ക് അധികം നേരം നിൽക്കാൻ സമയമില്ല. ഇനി ഒരു 7 പ്രദക്ഷിണമൊക്കെ ഉണ്ട്. അത് കഴിയുന്നിടം വരെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്താൻ വേണ്ടി ലേറ്റ് ആവും. അതുകൊണ്ട് ഭഗവാൻ നമ്മുടെ വീടിന് മുമ്പിലെത്തി പ്രദർശനം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ. കാരണം നമ്മൾ പാക്ക് ചെയ്തിരുന്നു നേരത്തെ തന്നെ. നമ്മൾ വേഗം ഇറങ്ങി അമ്പലത്തിന് മുമ്പിലെത്തിയപ്പോഴത്തേക്ക് കൊടിയിറക്കായിട്ടില്ല. ഏകദേശം ഇനി 10-20 മിനിറ്റും കൂടെ വേണം. അപ്പം നമ്മൾ അത്രയും കൂടെ ഡിലേ ആക്കിയാൽ റിപ്പോർട്ടിംഗ് ടൈം മാറും പ്രജിയുടെ. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാക്കണ്ടെന്ന് കരുതിയിട്ടും പിന്നെ നമ്മൾ എപ്പോഴും ഒരു സേഫ് സൈഡ് നോക്കുന്നതല്ലേ നല്ലത്. നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ പങ്കെടുത്തു. അതുപോലെ ഭഗവാൻ ആറാട്ടിന് എഴുന്നള്ളി വീട്ടിൽ കൊടിയിറക്കിന് വേണ്ടി തുടങ്ങുകയാണ്. ഞങ്ങൾ നേരെ ഇങ്ങനെ വിട്ടുപോകുന്നു കേട്ടോ. പക്ഷേ അതിന് ശേഷമുള്ള പരിപാടിയൊക്കെ ചാച്ചി എനിക്ക് വീഡിയോ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെടിക്കെട്ടും പൂരവും കഴിഞ്ഞ് കൊടിയിറങ്ങുകയാണേ.